ഇന്ന് ഉച്ചയ്ക്ക് ചോറും മീൻ പൊരിച്ചതും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് കയറി ചെന്നപ്പം ചേട്ടൻ പറഞ്ഞു ചോറും മീൻ പൊരിച്ചതും ഇല്ല മോനെ എന്ന് പറഞ്ഞു. ഈ നാടനായിട്ട് വല്ല കപ്പയോ പുട്ടോ പൂളയൊക്കെ എടുക്കുമെന്ന് പറഞ്ഞപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഗ്യാസ് ഇല്ല, അതുകൊണ്ട് ബിരിയാണി വേണമെങ്കിൽ തരാം, അതുപോലെ തന്നെ നെയ്ച്ചോറും ഇച്ചിരി കറിയും തരാമെന്ന് പറഞ്ഞു. ഈ രണ്ട് സാധനത്തിനും ഒരുപാട് ഗ്യാസ് വേണ്ടാത്ത പെട്ടെന്ന് ദമ്മിട്ടെടുക്കാൻ പറ്റുന്ന സാധനങ്ങളായതുകൊണ്ട് ഞാനൊരു ബിരിയാണി കഴിച്ച് ഇങ്ങോട്ട് പോന്നു. ഇനി രാത്രി ചെന്ന് കുറച്ച് ബിരിയാണി കൂടെ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞു ബിരിയാണി തീർന്നു പോയി, ഇനി ദമ്മിടാൻ ഗ്യാസ് ഇല്ല, പിന്നെ രാവിലത്തെ നെയ്ച്ചോറ് കുറച്ച് ബാക്കിയുണ്ട്, വേണമെങ്കിൽ അത് തരാമെന്നും പറഞ്ഞു. അങ്ങനെ നെയ്ച്ചോറും കറിയും കഴിച്ച് പോന്നു. ഇനി നാളെ രാവിലെ വരണോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വരേണ്ട കാര്യമില്ല, കാരണം നാളെ ഇവിടെ കത്തിക്കാൻ ഗ്യാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഈ വഴിക്ക് വന്നോളൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റോർ ഇട്ടോളാം എന്നും പറഞ്ഞു അവിടെ നിന്ന് കയറി പോരുകയും ചെയ്തു. ഇന്നിപ്പോൾ ബാംഗ്ലൂരെ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെയും റെസ്റ്റോറൻറ്റുകളുടെ അവസ്ഥ ഇതാണ്. അതായത് ലിമിറ്റഡ് മെനു ആക്കിയിട്ട് മാക്സിമം കൊടുക്കുക എന്നുള്ള അവസ്ഥയിലാണ്. നാളെയും മറ്റന്നാളും കഴിയുമ്പോഴേക്കും അതും കൂടെ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് നമ്മുടെ സിറ്റീസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ അങ്ങനെ ആയിരിക്കില്ല, നാട്ടിൽ കുറച്ചും കൂടെ ഒക്കെ അവൈലബിലിറ്റി ഉണ്ട്, കാരണം കുറേ സ്ഥലത്ത് അടുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അടുപ്പ് കൂട്ടിയിട്ടാണെങ്കിലും ചോറും കറിയും വെച്ച് തരും. പക്ഷേ സിറ്റികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. നമ്മൾ ഇതുകൊണ്ട് തീരുന്നില്ല, ഇനി അടുത്തത് പെട്രോളും ഡീസലും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് നാട്ടിൽ പല സ്റ്റേഷനുകളും നല്ല തിരക്കായിട്ടുണ്ട്, പെട്രോളും ഡീസലും അടിക്കാൻ ക്യൂ ആയിട്ടുണ്ട്. അപ്പം അതൊക്കെ കരുതി വെച്ചോളുക. ഇനി അതും കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥ വരും, അതായത് ചരക്ക് നീക്കം ഇല്ലാത്തൊരവസ്ഥ വരും, വണ്ടികൾ നീങ്ങാത്തൊരവസ്ഥ വരും. അപ്പം സാധനങ്ങൾക്കും വില കൂടും. എല്ലാം കൂടെ യുദ്ധത്തിനോടുണ്ടായിട്ടുള്ള മറ്റ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അവസ്ഥകളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കരുതിയും കണ്ടൊക്കെ ഇരുന്നുള്ള യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കുറേ അവസ്ഥകളിലോട്ട് നമ്മളൊക്കെ എത്തിക്കും.